നെൽകർഷകർക്ക് ആശ്വാസമായിരുന്ന പലിശരഹിത വായ്പ നിർത്തലാക്കിയതോടെ പ്രതിസന്ധിയിലായി കാർഷിക മേഖല. പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി അനുവദിച്ചിരുന്ന പലിശരഹിത വായ്പ ചെറുകിട കർഷകർക്കുൾപ്പെടെ വലിയ ആശ്വാസമായിരുന്നു. പദ്ധതി നിർത്തലാക്കിയത് നെല്ലിന്റെ സംഭരണ തുക പോലും ലഭിക്കാതെ ദുരിതത്തിലായ കർഷകർക്ക് ഇരുട്ടടിയായിരിക്കുകയാണ്. സപ്ലൈകോയ്ക്ക് നൽകിയ നെല്ലിന് മാസങ്ങൾ കഴിഞ്ഞിട്ടും തുക ലഭിക്കാത്ത കർഷകന് വിലയിറക്കാൻ സഹായമായിരുന്നത് പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി ലഭിച്ചിരുന്ന ഹ്രസ്വകാല പലിശരഹിത വായ്പകളായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഈ വായ്പാ പദ്ധതി നിർത്തലാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പദ്ധതി നിർത്തലാക്കാൻ കാരണമെന്നാണ് വിവരം. പക്ഷേ നടപടി തിരിച്ചടിയായത് ചെറുകിട കർഷകർ ഉൾപ്പെടെ നിരവധി പേർക്ക്. കൃഷിക്കാരെ ദ്രോഹിക്കുന്ന സമീപനങ്ങളാണ് കഴിഞ്ഞ നാളിതുവരെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഉള്ള പദ്ധതികൾ പോലും നിർത്തലാക്കുക എന്നത് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സഹിക്കാൻ പറ്റാത്ത ഒന്നാണ്. നമ്മൾ കൊടുത്തുണ്ടാക്കിയ ഉൽപ്പന്നം നമ്മൾ ബുദ്ധിമുട്ടി കടം വാങ്ങി അതുപോലെ തന്നെ കെട്ടുതാലി പണയം വെച്ചുണ്ടാക്കിയ ആ ഉൽപ്പന്നം സർക്കാരിന് കൊടുത്ത് ബാങ്കുകളിൽ നിന്ന് കടം എഴുതി വാങ്ങേണ്ട ഒരു സ്ഥിതി ഈ ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് കേരളത്തിലാണ് ഉണ്ടാകുന്നത്. പാലക്കാട് ജില്ലയിൽ രണ്ടാം വിള നെല്ല് സംഭരിച്ചതിന്റെ തുക ഇനിയും പൂർണ്ണമായി കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ ആശ്വാസമായിരുന്ന പദ്ധതികൾ കൂടി സർക്കാർ നിർത്തലാക്കുമ്പോൾ കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം. റിപ്പോർട്ടർ, പാലക്കാട്.